കുഴപ്പമായി എന്നാ തോന്നുന്നത്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഏഗൽ ലേണിംഗ്. എല്ലാവർക്കും നമ്മുടെ നോ പ്രോബ്ലം സീരീസ് എപ്പിസോഡ് 2ലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡിൽ, അതായത് ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പവർ പ്രോബ്ലം ആയിരുന്നു അല്ലേ. വോൾട്ടേജ് മാറുമ്പോൾ പവറിൽ എന്ത് വ്യത്യാസം വരും എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കുറച്ച് കട്ടിയായിരുന്നു, എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. നിങ്ങൾ ആ പ്രോബ്ലം മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും എപ്പിസോഡ് നമ്പർ 1 കാണണം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പ്രോബ്ലം മസ്റ്റായിട്ടും എക്സാമിന് വരുന്ന ഒരു സിമ്പിൾ പ്രോബ്ലമാണിത്. ഇവിടെ ചെറിയ കൺഫ്യൂഷൻസ് കുട്ടിക്ക് ഉണ്ടാവാറുള്ളൂ. ഈ ഒരു പ്രോബ്ലം കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ്. എന്നാൽ നമുക്ക് നോക്കാം കേട്ടോ. ചോദ്യം ഒന്ന് വായിക്കും നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. സർക്യൂട്ട് ഉണ്ട്. സർക്യൂട്ടിൽ 10 ഓം ആൻഡ് 15 ഓം റെസിസ്റ്റേഴ്സ് ഉണ്ട്. ആ സർക്യൂട്ടിൽ കൂടി 12 വോൾട്ടാണ് പോകുന്നത്. ഒരു അമീറ്റർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. സോ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഈ സർക്യൂട്ടിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം എത്രയും ചോദിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ സർക്യൂട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവരെ എന്ത് കൊടുക്കാം? ഒരാൾക്ക് R1 എന്നും ഒരാൾക്ക് R2 എന്നും പേരെ കൊടുക്കാം. എന്നിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സഫല പ്രതിരോധം കണ്ടുപിടിക്കാനാണ്. സമാന്തരമാണ്, പാരലലാണ്. ഇക്വേഷൻ എന്താണ്? നമ്മൾ പഠിച്ചു, 2 ആളാണ് എങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? R ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? R1 R2 ബൈ R1 പ്ലസ് R2 ആണ്. സംശയമൊന്നുമില്ലല്ലോ. സോ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ R1 എത്രയാണ്? 10 ആണ്. R2 എത്രയാണ്? 15 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? 10 × 15 ബൈ 10 പ്ലസ് 15 എന്നാണ് കിട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് 150 ബൈ 15 എന്ന് കിട്ടും. ഉത്തരം എത്രയാണ്? 10 ഓം ആണ്. വളരെ എളുപ്പത്തിൽ ഒന്നാമത്തെ പ്രോബ്ലം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ശരിക്കും ഈ ചോദ്യത്തിൽ നമ്മൾ കാണേണ്ടത്, കുറച്ചെങ്കിലും നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്നത് രണ്ടാമത്തെ ആളായിരിക്കും. കാരണം രണ്ടാമത് ചോദിച്ചത് എന്താണ്? നമ്മളോട് ചോദിക്കുകയാണ്, ഈ R1 ഒഴുകുന്ന കറണ്ടിൻ്റെ അളവാണ് ചോദിച്ചിരിക്കുന്നത്. വൈദ്യുത പ്രവാഹ തീവ്രത അല്ലേ, ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് ത്രൂ 10 ഓം റെസിസ്റ്റർ R1 കൂടിയാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം, ഇത് സമാന്തരമായ പാരലൽ സർക്യൂട്ട് ആയതുകൊണ്ട് ഇതാ കറണ്ട് ഇങ്ങനെ വരിക ചെയ്യാം. കറണ്ട് ഇങ്ങനെ വന്നിട്ട് നേരെ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കും കറണ്ട് വേർപിരിയുമല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ R1 കൂടി പോകുന്ന കറണ്ട് I1 ആയിരിക്കും, R2 പോകുന്ന കറണ്ട് I2 ആയിരിക്കും. അപ്പോൾ നമ്മൾ ആക്ച്വലി കണ്ടുപിടിക്കാൻ പോകുന്ന ആരെയാണ്? I1 കണ്ടുപിടിക്കാൻ പോകുന്നത്. ശരിയല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, I കാണൽ ഇക്വേഷൻ ഏതാ? I കാണൽ ഇക്വേഷൻ I ഈസ് ഈക്വൽ ടു V/R ആണ്. അത് ആർക്കും സംശയമല്ല. പക്ഷെ ഇവിടെ I1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് വോൾട്ടേജിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കണം, വോൾട്ടേജ് ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തുന്ന വോൾട്ടേജ് V1 V2 അങ്ങനെ എന്തെങ്കിലും മാറുമോ? ഇല്ല. എന്താ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരു സമാന്തര സർക്യൂട്ട് പാരലൽ സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് വേർപിരിയും. ഒരു സർക്യൂട്ടിൽ കറണ്ട് വേർപിരിയുമെങ്കിൽ എന്ത് വേർപിരിയൂല? വോൾട്ടേജ് വേർപിരിയൂല. വോൾട്ടേജ് എന്തായിരിക്കും? തുല്യമായിരിക്കും. സോ ഇവിടുത്തെ വോൾട്ടേജ് എത്ര തന്നെയായിരിക്കും? 10 ഓമിൽ കൂടെ പോകുന്ന വോൾട്ടേജ് 12 വോൾട്ട് തന്നെയാണ്. 15 ഓമിൽ കൂടെ പോകുന്ന വോൾട്ടേജ് എത്ര തന്നെയാണ്? 12 വോൾട്ട് തന്നെയാണ്. മനസ്സിലായോ? കറണ്ട് വ്യത്യസ്തമായതുകൊണ്ട് വോൾട്ടേജ് എന്തായിരിക്കും? തുല്യമായിരിക്കും. രണ്ടിലൂടെ ഒരേ വോൾട്ടേജ് പോകും. ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം. പക്ഷെ അതേ സമയത്ത് ഇതൊരു സീരീസ് കണക്ഷൻ ആണെങ്കിലോ, സീരീസ് കണക്ഷൻ ആണെങ്കിൽ നേരെയല്ലതാ ഇങ്ങനെയല്ലേ 2 സർക്യൂട്ടും പോവാ, ഇങ്ങനെയല്ലേ പോവാ. അങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് തുല്യമായിരിക്കും. പക്ഷെ വോൾട്ടേജ് എന്ത് ചെയ്യും? മാറും. ശരിയല്ലേ? സോ അത് നമുക്ക് വഴിയെ നെക്സ്റ്റ് മറ്റൊരു പ്രോബ്ലത്തിൽ ചെയ്യാം. സീരീസ് സർക്യൂട്ട് കേട്ടോ, ശ്രേണി പിന്നെ ചെയ്യാം. ഇപ്പം നമ്മൾ സമാന്തരമായി ഈ സർക്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? V/R ആണോ V/R1 ആണുള്ളതാണ്? V/R1 ആണ്. എന്തുകൊണ്ടാണ് V/R1 ആവുന്നത്? നോക്കൂ, I1 എന്ന് പറഞ്ഞാൽ R1 കൂടി ഒഴുകുന്ന കറണ്ടാണ്. സോ നമ്മൾ എന്ത് കൊടുക്കണം? R1 എന്ന് കൊടുക്കണം കേട്ടോ. സോ നിങ്ങൾ ഓൾറെഡി ഈ ഒരു പ്രോബ്ലത്തിൽ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, തെറ്റിക്കുന്നില്ല. കാരണം എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സഫല പ്രതിരോധം 10 കിട്ടിയിട്ടുണ്ട് അല്ലേ. സോ 15 കിട്ടിയത് എത്ര കിട്ടിയേ? 10 കിട്ടിയിട്ടുണ്ട്.
സോ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷനൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം അതല്ല നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ എന്താ എടുക്കേണ്ടത്? നമ്മൾ എടുക്കേണ്ടത് എന്താണ്? R1 ആണ് എടുക്കേണ്ടത് മനസ്സിലാക്കി വെക്കുക. സോ നമുക്ക് എന്ത് കിട്ടും? V/R1 ആണ്. V എത്രയാണ്? V 12 ആണ്. R1 എത്രയാണ്? നമുക്ക് R1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ഓം ആണ്. സോ നമുക്ക് ഇത് നോക്കിയ സമയത്ത് ചെയ്ത് കണ്ടുപിടിച്ച ആ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസും ഇതും 10 കിട്ടി. എല്ലാം അങ്ങനെയാവണമെന്നില്ല. അത് ഞാൻ പറഞ്ഞിരിക്കുന്നത് എത്രയാണോ R1ൻ്റെ റെസിസ്റ്റൻസ് അത് ഉപയോഗപ്പെടുത്തണം. സോ 12/10 നമുക്ക് എത്ര കിട്ടും? എല്ലാവർക്കും അറിയാമല്ലോ, 1.2 ആംപിയർ എന്നാണ് ആൻസർ കിട്ടുക. ഇതാണ് I1. സോ V/R1 ആണ് നമ്മുടെ ഇക്വേഷൻ. സെറ്റാണോ? സോ ഇതേപോലെ നിങ്ങൾക്ക് കൊച്ചു ഡൗട്ടുള്ള കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പ്രോബ്ലം അങ്ങനെ തന്നെ കമൻറ്റ് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഇന്ന ഏരിയയിൽ ഇന്നൊരു ചോദ്യം ഉണ്ട് സാറേ, അപ്പോൾ ആ ചോദ്യത്തിനെ പോലുള്ള ചോദ്യം എന്നൊക്കെ പറയാൻ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരും കേട്ടോ. സോ നമുക്ക് ഓരോ ദിവസവും ഒരു പ്രോബ്ലം വെച്ചെങ്കിലും പഠിക്കേണ്ടതുണ്ട്. അടിപൊളിയായിട്ട് പഠിക്കാം. സെറ്റായിട്ട് ഞാൻ തരുന്നതാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ ആണല്ലോ? സോ സീ യു നെക്സ്റ്റ് സെഷൻ. ബൈ. കുഴപ്പമായി എന്നാ തോന്നുന്നത്. JK, just kidding.